തത്സമയം കാരിക്കേച്ചർ വരച്ച് ശ്രദ്ധ നേടുകയാണ് വിദ്യാർത്ഥിനിയായ ശ്രേയ. ആരെ കണ്ടാലും അവരെ മിനിറ്റുകൾക്കുള്ളിൽ ശ്രേയ ക്യാൻവാസിൽ പകർത്തു. മാതൃഭൂമി അക്ഷരോത്സവത്തിലെ വേദികളിൽ തിരക്കിട്ട ചർച്ചകളും സംവാദങ്ങളുമൊക്കെ നടക്കുമ്പോൾ തത്സമയം ചിത്രങ്ങൾ ഒരുങ്ങുകയാണ് കാ കോർണറിൽ. സ്വന്തം കാരിക്കേച്ചർ ചിത്രമായി ലഭിക്കാൻ ലൈവ് ആർട്ടിലെത്തിയാൽ മുതിർന്ന ചിത്രകാരന്മാർക്കൊപ്പം തത്സമയം ചിത്രങ്ങൾ വരച്ചു നൽകുന്ന വിദ്യാർത്ഥിനിയെ കാണാം. ശ്രേയ രതീഷ്. ആദ്യമായി ലൈവ് ആർട്ട് ചെയ്യുന്നതിന്റെ പരിഭ്രമമൊന്നും ശ്രേയയ്ക്കില്ല. ആരു വന്നാലും കാരിക്കേച്ചർ റെഡിയാക്കി കയ്യിൽ കൊടുക്കും. This is also my first live caricature event. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇവന്റ് വെൽ. കുറേ പേരിനെ വരച്ചു. പെൻസിൽ ഡ്രോയിങ് ചെയ്യുമായിരുന്നു, ലൈക്ക് ആൾക്കാരനെ വരയ്ക്കുന്നത്. പക്ഷെ ലൈവായിട്ട് ആദ്യമായിട്ടാണ്. ഞാൻ അച്ഛൻ ലൈവ് കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ ഞാൻ കാണുമായിരുന്നു വരയ്ക്കുന്നത്. സോ അങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ തന്നെ അത് ഓക്കെ ട്രൈ ചെയ്യാം അതുകൊണ്ട് അങ്ങനെ ചെയ്തു. 11th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഡ്രോയിങ്സിനൊക്കെ? ഉണ്ട്. ഈ വർഷം പോയിരുന്നു 11th. ഏത് ഐറ്റത്തിലൊക്കെ? ഞാൻ കാർട്ടൂൺ ഡ്രോയിങ്, പിന്നെ വാട്ടർ കളർ, അതിനൊക്കെ ഉണ്ടായിരുന്നു. ചിരിച്ച മുഖത്തോടെ സ്നേഹക്കരികിലിരുന്നാൽ കാരിക്കേച്ചർ നിമിഷ നേരങ്ങൾക്കുള്ളിൽ റെഡിയായി കിട്ടും. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിനിടയിൽ ഇതുപോലെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കൂടിയുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.